നേരെ പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ്. മലയാള സിനിമയുടെ ചരിത്രം മുഴുവൻ അടയാളപ്പെടുത്തുന്ന ഒരിടമുണ്ട്. മനു ഭാസ്കറിന്റെ അപൂർവമായ ശേഖരം കണ്ടുവരാം. നമസ്കാരം. റൈൻ റിപ്പോർട്ടർ ഈ കോണിപ്പടി അല്ലെങ്കിൽ കോണിപ്പടി കയറുന്നത് ഒരു സിനിമാ ലോകത്തേക്ക് ഉള്ള കാഴ്ച, സിനിമാ ലോകത്തെക്കുറിച്ചുള്ള കാഴ്ച കാണിപ്പിക്കാനാണ്. സിഗ്മ മനൂസ് എന്ന മനു ഭാസ്കറിൻ്റെ ഒരു സിനിമ മ്യൂസിയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പഴയകാല സിനിമകളെക്കുറിച്ചുള്ള, പുതിയ കാല സിനിമകളെക്കുറിച്ചുള്ള വ്യത്യസ്തമായ അനുഭവമാണ് ഇവിടെയുള്ളത്. നമുക്ക് മനുചേട്ടൻ്റെ മ്യൂസിയത്തിലേക്ക് ഒന്ന് കടന്നു വരാം. മനുചേട്ടനാണ് ഇതായിരിക്കുന്നത്. നമസ്കാരം. ഇതെന്താ സംഭവം? ഇത് മലയാള സിനിമയുടെ നോട്ടീസുകളാണ്. നോട്ടീസുകളെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ നോട്ടീസുകളില്ല. അതായത് ഏറ്റവും പഴയ നോട്ടീസ് എന്ന് പറയുന്നത് അനീതിയാണ്. അന്ന് വെള്ളിയാഴ്ച സിനിമ റിലീസാകുന്ന ദിവസങ്ങളിൽ, അന്ന് വെള്ളിയാഴ്ചയാണ്, വെള്ളി ശനി ദിവസങ്ങളിലൊക്കെയായിരുന്നു സിനിമ റിലീസ് ചെയ്തിരുന്നത്. അപ്പം ആദ്യഘട്ടങ്ങളിലൊക്കെ ശനിയാഴ്ച ഉണ്ടായിരുന്നു. അത് 1955 നോട്ടീസാണ്. 55 അനീതി എന്ന് പറയുന്ന സിനിമയുടെ നോട്ടീസ് ലാമിനേറ്റ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുകയാണ്. വളരെ പഴയതാണ്. അതുപോലെ തന്നെ ഈ നോട്ടീസൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് നീലയുടെ 80ാമത്തെ ചിത്രമാണ് ഗുരുവായൂരപ്പൻ. തിയേറ്റർ കാട്ടാക്കട ശ്രീരാമ ടാക്കീസാണ്. അന്ന് പബ്ലിസിറ്റിക്ക് ഒരു പ്രധാന കാര്യം നോട്ടീസായിരുന്നു. എല്ലായിടത്തേക്കും എത്തിക്കും. എങ്ങനെയാണ് നോട്ടീസ് അനൗൺസ്മെൻറ്റ് വാഹനം ഉണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളിയാഴ്ച സിനിമ റിലീസ് ചെയ്യുന്ന മാറുന്ന ദിവസം അന്ന് ഇതുപോലുള്ള മറ്റ് മീഡിയാസ് ഒന്നും ഇല്ലല്ലോ, സോഷ്യൽ മീഡിയ ഒന്നുമില്ല. സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലത്ത് വെള്ളിയാഴ്ച ഇവരെ അനൗൺസ്മെൻ്റ് ഉണ്ട്. ജീപ്പിലും കാറിലും. അതിന് മുമ്പ് ആദ്യകാലത്തൊക്കെ കാളവണ്ടിയിലായിരുന്നു. വാങ്ങാൻ തന്നെ കുറേ ആളുകൾ അല്ലേ, ഇത് വാങ്ങാൻ തന്നെ കുറേ ആളുകൾ കാത്തിരിക്കും. ഇത് വാങ്ങാനായിട്ട് ആളുകൾ കാത്തു നിൽക്കും. അപ്പോൾ ഈ നോട്ടീസുകളിലെ സിനിമയുടെ കഥാസാരം, അങ്ങനെയുള്ള ടെക്നീഷ്യൻസിൻ്റെയൊക്കെ ഡീറ്റെയിൽസ്, അപ്പോൾ ഇത് വായിച്ചിട്ടായിരുന്നു ആളുകൾ ഒരു സമയത്ത് സിനിമ കാണാൻ പോയിരുന്നു. വായിച്ച് കേൾപ്പിക്കുകയും ചെയ്യും, ആളുകളെ കേൾപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അന്ന് വന്നിട്ടുള്ള പിക്നിക്കൊക്കെ വളരെ ഹിറ്റായിട്ടുള്ള സിനിമകളാണ്. ഇത് 75 എറണാകുളം ഷേണായിസിലെയാണ്. ലവ് മാരേജ്, മനുഷ്യപുത്രൻ, ഇതൊക്കെ 70s റൂളാണ്. നോട്ടീസ് ഉണ്ടായിരുന്നത് ഏതാണ്ടൊരു 90s തുടക്കം വരെ നോട്ടീസ് ഉണ്ടായിരുന്നു. 90s ഉണ്ടായിരുന്നു, തുടക്കത്തിലല്ല 90s വരെ ഉണ്ടായിരുന്നു. ഇപ്പം വളരെ അപൂർവമായിട്ടും കാണാം ചില സിനിമകൾക്ക് നോട്ടീസ് വരാറുണ്ട്. ഇപ്പോൾ അനൗൺസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. വളരെ കാലത്തിന് ശേഷം കോവിഡ് കഴിഞ്ഞപ്പോഴേ കുറുപ്പെന്ന് പറയുന്ന സിനിമയ്ക്ക് ഇതുപോലെ അനൗൺസ്മെൻറ്റും ഗ്രൂപ്പിന് അനൗൺസും ഒക്കെ ഉണ്ടായിരുന്നു. ചേട്ടൻ എങ്ങനെ ഇതിലേക്ക് ഈ രംഗത്തേക്ക് വരാനുള്ളത്? എനിക്ക് കുട്ടിക്കാലം മുതൽ തന്നെ വലിയ താല്പര്യമുള്ളൊരു മേഖലയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു തുടക്കമെന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മുടെ കോന്നി ഗ്രാമപ്രദേശമാണ്. ഇവിടെ അക്കാലത്തൊരു 4 തിയേറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ 4 തിയേറ്റർ, ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് 2 തിയേറ്റർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ 2 തിയേറ്ററുകളിൽ നിന്ന് വെള്ളിയാഴ്ച ഇതുപോലെ അനൗൺസ്മെൻറ്റ് വാഹനം വരും. അപ്പോൾ ഞാനും കസിൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ നോട്ടീസ് പ്രതീക്ഷിച്ച് നിൽക്കും. അങ്ങനെ നോട്ടീസ് കളക്ട് ചെയ്തിട്ടാണ് ഇത് തുടങ്ങുന്നത്. വേറെ എന്തൊക്കെയാണ് നമുക്ക് നോക്കിയേക്കാം. ഒരു കുറേ സാധനങ്ങൾ അപ്പുറത്തൊക്കെ ഉണ്ടല്ലോ. ഹിന്ദി പാഠപുസ്തകങ്ങൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത്, ചൗധരി ചാന്ത്, ഇങ്ങനെയൊക്കെയുള്ള. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ മലയാളം ഓൾമോസ്റ്റ് ഇറങ്ങിയിട്ടുള്ള സിനിമകളുടെ എല്ലാം പാഠപുസ്തകം. ഇന്ന് മറ്റേ തെലുങ്ക് മൊഴിമാറ്റ സിനിമകളെ പാട്ടുകളുണ്ടായിരുന്നു. ഇതതുപോലെ തന്നെ പഴയകാല സിനിമാ മാസികകളാണ്. ഓരോ കാലഘട്ടത്തിലെ വളരെ പഴയ സിനിമാ മാസികകളാണ്. അപ്പോൾ ആ സിനിമാ മാസികകളിൽ ഒരു വലിയ കളക്ഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് മുഴുവനും വന്നിരിക്കുന്നത് സിനിമയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ലേഖനങ്ങളൊക്കെ വന്നിട്ടുള്ള പ്രസിദ്ധീകരണങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പ്രധാന പത്രവാർത്തകൾ, സിനിമയുമായി ബന്ധപ്പെട്ട ആളുകളുടെ മരണം, അതുപോലെ അവാർഡ്, അപ്പോൾ ഇതിൻ്റെയൊക്കെ പത്ര കട്ടിങ്സ്, ആ പത്രവാർത്തകളാണ്. മൊത്തത്തിൽ എല്ലാവർക്കും കിട്ടിയ അവാർഡാണ്. എങ്ങനെയാണ്? ഇത് സിനിമയുടെ മെമൻറ്റോസ് നമ്മൾ കളക്ട് ചെയ്യുകയാണ്. കുറേ ജയനാണല്ലോ ഒരു ഭാഗം മുഴുവൻ. ഒരുപാട് ജയൻ്റെ ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജയനാരാധകനായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കാണുന്ന സിനിമയാണ് ജയനാണ്.
സിനിമയുമായി ബന്ധപ്പെട്ട ആദ്യ കളക്ഷൻ ഏതായിരുന്നു? കളക്ഷൻ നോട്ടീസുകൾ തന്നെയായിരുന്നു. പിന്നെ ഇതൊരു ലാർജ് സ്കെയിലിലേക്ക് പോകുന്ന ജയൻ്റെ സിനിമ സംബന്ധമായിട്ടുള്ള മെറ്റീരിയൽസ്, ജയൻ്റെ സിനിമകളുടെ പത്രപരസ്യങ്ങൾ, അതുപോലെ തന്നെ ജയൻ്റെ ഫോട്ടോസ് ഒക്കെ കളക്ട് ചെയ്തിട്ടുള്ള ഷീൽഡുകളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഷീൽഡ് എന്ന് പറയുന്നത് ചിത്രത്തിൻ്റെ 1 വർഷം. ഇതിൻ്റെ ടെക്നീഷ്യൻസിന് അല്ലെങ്കിൽ തിയേറ്ററുകൾക്ക് കിട്ടുന്ന ഷീൽഡാണ്. ഇതിപ്പോൾ പലപ്പോഴും ഡിസ്പോസ് ചെയ്യുന്നത് കണ്ടിട്ടാണ് നമ്മളിത് പ്രിസർവ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വളരെ പഴയത് സിസ്റ്റിക്സിലെ ഉണ്ണിയാർച്ച IVCC കിട്ടിയിട്ടുള്ള ഷീൽഡുകളാണ്. IVCCയുടെ സിനിമകളുടെ ഷീൽഡുകളാണ് കൂടുതലും. അതെവിടെ കളക്ഷൻ പൂർണ്ണമായിട്ട്? പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. സെഞ്ചുറി ഫിലിംസിൽ നിന്ന് കുറേ ഷീൽഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ജൂബിലി പിക്ചേഴ്സ്. അപ്പോൾ ആരെങ്കിലും വന്നിട്ട് ചേട്ടനോട് ഇങ്ങനെ ചോദിക്കാറുണ്ടോ, ഇത് ഇവിടെ ഉണ്ടോ, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആർക്കൈവ്സിന് വേണ്ടി തരണമെന്ന്? അല്ലെങ്കിൽ ചോദിക്കാറില്ല. പലരും ഷൂട്ട് ചെയ്തിട്ട് ഒക്കെ കൊണ്ടുപോകാറുണ്ട്. കാണാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. ഇത് പ്രധാനപ്പെട്ട നടന്മാർ ആരെങ്കിലും ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങോട്ടൊക്കെ വരാറുണ്ടോ? മുൻപ് ആരൊക്കെ വന്ന് സന്ദർശിച്ചിട്ടുണ്ട് ഇവിടെ? ഇവിടെ ലോഹിത് സാർ വന്നിട്ടുണ്ട്, ലോഹിതാസ് സാർ വന്നിട്ടുണ്ട്, പിന്നെ ഫിലിം ഫീൽഡിൽ നിന്ന് കമൽ സാർ വന്നിട്ടുണ്ട്, പത്മകുമാർ, പിന്നെ S. സുരേഷ് ബാബു റൈറ്റർ, സജിത മഠത്തിൽ, അങ്ങനെ ഒരുപാട്. പൂവേ പാലപ്പൂവേ മണമിത്തിരി കരളിൽ താഴും മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം. വണ്ടേ വണ്ടേ വാർമുകിൽ വണ്ടേ പലവട്ടം പാടിയതല്ലേ മണമെല്ലാം മധുരക്കനവായി മാറിപ്പോയി. ഈ കാസറ്റിന്റെ കളക്ഷനും CD-യുടെ കളക്ഷനും അതെങ്ങനെയാ? ഒരു കട തൊട്ടപ്പുറത്ത് മുൻവശത്തുണ്ടോ? അപ്പം കാസറ്റ് എനിക്ക് പാട്ടുകൾ കേൾക്കുന്ന വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ അതൊരു പിന്നെ 80s മുതൽ കളക്ട് ചെയ്തിട്ടുള്ള കാസറ്റുകൾ. ഇതൊക്കെ എങ്ങനെ കളയാതെ? നമ്മുടെ കാലത്ത് നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ പലതും നശിച്ചു പോയി. കളയാതെ ഷോപ്പ് വന്നപ്പോൾ ഈ കാസറ്റുകളൊക്കെ നമ്മൾ പ്രിസർവ് ചെയ്തു. അപ്പോൾ ആ കാസറ്റുകളെല്ലാം ഇപ്പോഴും കയ്യിലുണ്ട്. അതുപോലെ ഗ്രാംഫോൺ റെക്കോർഡ്സ്. ചേട്ടൻ്റെ കയ്യിൽ തിരക്കഥകളും ഉണ്ട് കേട്ടോ. അത് നമ്മൾ കാണാത്ത ഒരുപാട് സിനിമകളുണ്ടാവും, കണ്ട ഒരുപാട് സിനിമകളുണ്ടാവും. അതൊക്കെ മുഴുവൻ മനുഷ്യട്ടൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചേട്ടാ, ഇത് ഏതൊക്കെ തിരക്കഥകളുടെ ഇങ്ങനെ ഒരു കളക്ഷൻ? എങ്ങനെ? തിരക്കഥകളും മറ്റ് സിനിമാ സംബന്ധമായ ലേഖനങ്ങളുടെയൊക്കെ ഒരു സമാഹാരമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും ഇവിടെ ഉണ്ട്. അതിൻ്റെ എല്ലാം കളക്ഷൻ ഉണ്ട്. പിന്നെ ഈ സിനിമയായിട്ടുള്ള യഥാർത്ഥത്തിലുള്ള ബന്ധം കൂടി ഒന്ന് പ്രേക്ഷകർക്ക് വിശദീകരിക്കാമോ? ഞാൻ ഒരു 15ഓളം സിനിമകളുടെ സ്ക്രിപ്റ്റ് അസിസ്റ്റൻ്റ് ആയിരുന്നു. പല സിനിമയ്ക്ക് റിസർച്ച് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യും. സിനിമകൾ ഏതൊക്കെയായിരുന്നു? ഒരു സിനിമ നടൻ, ഷിക്കാർ, കനൽ, സെല്ലുലോയിഡ്, സർ CP, ജലം, ഒരുത്തി, ഇങ്ങനെയുള്ള സിനിമകളുടെയൊക്കെ റിസർച്ച് അസിസ്റ്റൻ്റ് ആയിരുന്നു. ഇത് ഒരു കാലത്ത് ഇങ്ങനെ എടുത്ത് വെക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇനി ഇത് സൂക്ഷിപ്പുകാർ വേണമല്ലോ, അടുത്ത തലമുറയ്ക്ക് കൈമാറാം. അതിലേക്ക് നമ്മൾ എങ്ങനെയാണ് മക്കളെയൊക്കെ ഇത് ഇതാക്കുന്നുണ്ട്? മക്കളെ ട്വിൻസാണ്, അവർ 7ാം ക്ലാസ്സിലാണ്. അവർക്ക് ഇതിനോട് താല്പര്യമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പുസ്തകങ്ങൾ വായിക്കാനൊക്കെ അവർക്ക് ധാരാളം പുസ്തകങ്ങൾ കൊടുക്കാറുണ്ട്. അവർക്ക് തന്നെ ഹോം ലൈബ്രറി അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെ നന്നായിട്ട് ഇതൊക്കെ നോക്കാറുണ്ട്. എപ്പോഴും പ്രിസർവ് ചെയ്യാൻ അവരൊരുപാട് സഹായിക്കാറുണ്ട്. മലയാള സിനിമയുടെ വർഷങ്ങൾക്ക് മുൻപുള്ള ചരിത്രം എന്നിലൂടെ എന്നാണ് മനു ഭാസ്കർ എന്ന സിഗ്മ മനു പറഞ്ഞു വെക്കുന്നത്. ഇത് തലമുറകളിലേക്ക് കൂടി എത്തിക്കണം, അവരുടെ കാഴ്ചകൾക്ക് കൂടി വിട്ടുകൊടുക്കണം, അറിയണം മലയാള സിനിമയെ. അഭിലാഷ് കൈതമണിനും സഞ്ജയ് ഇക്ബാലിനും അനു ഇളകൊള്ളൂരിനുമൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട.